ഈ യാതൊരു സേവനവും നൽകാതെ വീണ കൈപ്പറ്റിയുള്ള മുഴുവൻ പണവും പിണറായി വിജയൻ്റെയാണ്. പിണറായി വിജയന് കൊടുത്ത കൈക്കൂലിയാണ്. ഈ നാടിനെ വിറ്റതാണ്. ഞാൻ പറയട്ടെ, തോറിയം ഈ നാട്ടിൽ നിന്നും കടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഒരു മഞ്ഞുമലയുടെ മൂല മാത്രമാണ്. അല്ല, ഇപ്പം ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അഴിമതിയുടെ ആരോപണവിധേയമായ SLC ലാബിന്, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, പിന്നെ സ്വർണ്ണക്കടത്ത്. ഇപ്പോൾ ഇന്നത്തെ വിവരമനുസരിച്ചും ഇന്നലെ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലും സ്വപ്ന സുരേഷ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയല്ലേ? പണം കടത്തിയിട്ടുണ്ടല്ലോ, ഹവാല പണം കടത്തിയിട്ടുണ്ടെങ്കിൽ സ്വപ്ന സുരേഷ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആരോപണങ്ങൾ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകൾ. കൂടുതൽ വിശദാംശങ്ങൾ, അന്വേഷണം ശരിയായ ദിശയിലെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും. പക്ഷേ മാന്യതയുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ അടിയന്തരമായി മാറി നിൽക്കാൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ CPM തയ്യാറാണ്. സംസ്ഥാന സെക്രട്ടറി എന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ ഇതിൽ ബന്ധമൊന്നുമില്ല, വീണ ഒരു വിശ്വസകാരിയാണ്. ഞാനൊരു ഒറ്റ കാര്യം ചെയ്തേ, ഒരു ഇടപാട്, ഒരു സേവനം കൊടുക്കാതെ ഇവിടുത്തെ കമ്പനികൾ ഈ വീണയുടെ അക്കൗണ്ടിലോട്ട് എന്തിനാണ് പണം ഇടുന്നത്? മുഖ്യമന്ത്രിയായിട്ട് അച്ഛൻ ഇരിക്കുമ്പോൾ മകൾ നടത്തുന്ന സ്ഥാപനത്തിലേക്ക് ഒരു സേവനം നൽകാതെ പണം ഇടുന്നത് ഇനിയും പിണറായി വിജയനെ നിങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ പിണറായി വിജയന് ഇതിനകത്ത് പ്രതിയാണെന്ന് മനസ്സിലായില്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട്, അല്ലാതെ എനിക്കത് പറയാനില്ല. കാരണം ഇപ്പോൾ ഷോൺ ജോർജ് PC ജോർജിൻ്റെ മകനാണ്. PC ജോർജ് ക്യാബിനറ്റ് പദവിയിലിരുന്ന സമയത്ത് ഒരു സേവനം ചെയ്യാതെ ഷോൺ ജോർജിന് ആരെങ്കിലും പൈസ തന്നാൽ അത് ഷോൺ ജോർജിനാണോ? ലോജിക്കലി ചിന്തിക്കും, അത് ഷോൺ ജോർജിനാണോ? അല്ല. ഈ യാതൊരു സേവനവും നൽകാതെ വീണ കൈപ്പറ്റിയുള്ള മുഴുവൻ പണവും പിണറായി വിജയൻ്റെയാണ്. പിണറായി വിജയന് കൊടുത്ത കൈക്കൂലിയാണ്. ഈ നാടിനെ വിറ്റതാണ്. ഞാൻ പറയട്ടെ, തോറിയം ഈ നാട്ടിൽ നിന്നും കടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഒരു മഞ്ഞുമലയുടെ മൂല മാത്രമാണ്. അത്രയായിരം കോടികൾ ഇവിടുന്ന് കടത്തപ്പെട്ടിട്ടുണ്ട്. അത്രയായിരം കോടികൾ ഈ നാടിനെ വിറ്റ് പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അതായത് 50 കിലോ ആണ്. ഇപ്പോൾ ഈ അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന യുദ്ധത്തിൻ്റെ അടിത്തറ എന്നാണെന്നറിയോ? 50 കിലോ യുറാനിയമാണ്. ആകപ്പാടെ ഇറാൻ്റെ കയ്യിലുള്ള 50 കിലോയാണ്. അതിനുവേണ്ടി യുദ്ധം നടക്കുന്നത്. ഞാൻ പറഞ്ഞത്, യുറാനിയം ഉണ്ടാക്കാൻ കഴിയുന്ന തോറിയം ഇവിടെ ഉണ്ട്, മോണോസൈറ്റ് ഇവിടെ ഉണ്ട്. അത് പ്രൂവ്ഡാണ്. അത് കടത്തപ്പെട്ടിട്ടുണ്ടോ നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. വളരെ ഗൗരവമായി പഠിക്കേണ്ട വിഷയമാണ്. ഇത് നാഷണൽ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ കൂടെയാണ്. അല്ല, ഇത് കടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് മോണോസൈറ്റ് ഇവിടെ ഇവർ പറയുന്ന ഇലുമിനേറ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമാണ്. ഇലുമിനേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇലുമിനേറ്റിനകത്ത് 0.4% തോറിയമുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ തോറിയമുണ്ട് എങ്കിൽ അത് ആണവായുധങ്ങൾ പോലും നിർമ്മിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യാതെ ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോയാൽ അവിടെ അത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യങ്ങൾ ഉൾപ്പെടെ നമുക്കെതിരെ അത് ആയുധമായി ഉപയോഗിച്ചിട്ടില്ല എന്നങ്ങനെ പറയാൻ പറ്റും? ഇത് നിസ്സാര കാര്യമല്ല. ഞാൻ പറഞ്ഞപ്പോൾ ഇതിനു മുമ്പും പലരും ചിരിച്ചിട്ടുണ്ട്. ഇത് ചിരിക്കേണ്ട ഒരു കാര്യമല്ല. കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്നൊരു വിഷയമാണ് കേരള തീരത്തെ കരിമണലും അതിൻ്റെ വ്യാപനവും. ഇപ്പോൾ ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ എന്താ ആദ്യം ചെയ്തത്? പ്രൈവറ്റൈസേഷൻ ശ്രമിച്ചു, നമ്മൾ എതിർത്തു. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു, അല്ലേ? ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചില്ലേ മുഖ്യമന്ത്രി? അതാ ഒരു 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 തെലുങ്കാന കമ്പനിയുമായി കരാറൊക്കെ ആയിരുന്നു, നിങ്ങളെല്ലാം അറിഞ്ഞതാണ്. അത് രംഗത്ത് വന്നപ്പോൾ അത് പിൻവലിച്ചു. അതാണ് സംഭവം.